വിഴിഞ്ഞം മുക്കോല സ്വദേശിയോട് ആരെയാണ് ഇഷ്ടമെന്ന് ചോദിക്കേണ്ട, ഇഷ്ടങ്ങളെല്ലാം ശരീരത്തിലുണ്ട്. ഗാന്ധിയുടെ ചിത്രത്തിന്റെ പിന്നാലെ BR അംബേദ്കറിന്റെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും അബ്ദുൽ കലാമിന്റെയും ചിത്രങ്ങൾ ശരീരത്തിൽ പതിഞ്ഞു. അഭിമാനത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂരിന് നേതൃത്വം നൽകിയ കേണൽ സോഫിയ ഖുറേഷിയെയും കമാൻഡർ വോമിക സിംഗിനെയും ജോൺ മുതുകിലേറ്റിയത്. ഏറ്റവും ഒടുവിൽ ശരീരത്തിൽ നരേന്ദ്രമോദിയും എത്തി. ലാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്കില്ല. എനിക്ക് എന്റെ ശരീരത്തിൽ ഇഷ്ടപ്പെട്ട ഫോട്ടോസാണ് ഞാൻ അടിച്ചത്, ടാറ്റു അടിച്ചത്. പക്ഷെ എനിക്ക് എന്റെ ശരീരത്തിൽ അടിച്ചത് ഏറ്റവും എല്ലാ നല്ല ആൾക്കാരെയാണ് ഞാൻ അടിച്ചിട്ടുള്ളത്. ഇനി കാശ് കിട്ടി അടിക്കും. ഇനി ശരീരത്തിൽ ഇടയില്ല. ഇനി കൈയോട്ട് ഇവിടെ എല്ലാം അടിക്കണം, കാല് വരെയും അടിക്കണം. തമിഴ്നാട് സ്വദേശിയായ പിതാവിൽ നിന്ന് കഥകൾ കേട്ട് ഊർജം കൊണ്ട ശേഷമാണ് സുബ്രഹ്മണ്യ ഭാരതിയുടെ ചിത്രം ആദ്യമായി ശരീരത്തിൽ പതിച്ചത്. ഇപ്പോൾ ഏതാണ്ട് 1.5 ലക്ഷം രൂപ ചെലവാക്കിയാണ് വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളിയായ ജോൺ ശരീരത്തിൽ ടാറ്റുകൾ പതിപ്പിക്കുന്നത്. ഏറെ വേദന സഹിച്ചാണ് 3 വർഷം കൊണ്ട് ഇത്രയധികം ചിത്രങ്ങൾ ശരീരത്തിൽ പതിപ്പിച്ചത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. രാഹുൽ ജി നാഥാണ് നമ്മുടെ കൂടെയുള്ളത്. രാഹുൽ, ഈ ടാറ്റു അടിക്കുന്ന കാര്യം പറയുമ്പോൾ ഓരോരുത്തർക്കും ടാറ്റു അടിക്കുന്ന കാര്യത്തിൽ ഓരോരോ ഇഷ്ടങ്ങളുണ്ടാകും. ഒരു രൂപം അവരുടെ മനസ്സിലുണ്ടാകും. ചിലപ്പോൾ അത് തന്നെ അടിക്കും, അല്ലെങ്കിൽ ആ സ്പോട്ടിൽ പോയി കണ്ടുപിടിക്കുന്ന കാര്യങ്ങളായിരിക്കും. വീണ്ടും 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 ഇങ്ങനെ ടാറ്റു അടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഇഷ്ടവും അതിന് പിന്നിൽ ഓരോ കാരണങ്ങളും ഒക്കെ ഉണ്ടാകും. അങ്ങനെ ഒരാളെയാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ശരിക്കും നിർത്താനൊരു ഉദ്ദേശമില്ല അല്ലേ? ഇനിയും ഇനിയും ടാറ്റു അടിക്കണം എന്നാണ് പറയുന്നത്. കൗതുകം തന്നെയാണ് ഈ വാർത്തയുടെ അടിസ്ഥാനം. ഏറ്റവും പ്രധാനമായി നമ്മൾ ഈ പണ്ട് കയ്യിൽ ബ്രേസ്ലെറ്റോ ചരടോ ഒക്കെ ഇടുമ്പോൾ പണ്ട് ഒരു പ്രത്യേകമായൊരു സന്തോഷമോ അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസമൊക്കെ തോന്നുന്ന തരത്തിലേക്കൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പണ്ട് കുഞ്ഞുനാളിൽ. അപ്പോൾ അതുപോലെ ആയിരിക്കും ഒരു പക്ഷേ ടാറ്റു അടിക്കുന്നവർക്ക്. കാരണം ഞാൻ ടാറ്റു അടിച്ചിട്ടില്ല. അപ്പോൾ ടാറ്റു അടിച്ചവർ സന്തോഷത്തോടെ അവരുടെ ആശയം അതിനി മായ്ച്ചു കളയാൻ പറ്റാത്തതാണ്. നമുക്കറിയാം, പെർമനൻ്റ് ആണ് ടാറ്റു പലതും. അപ്പോൾ ആ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണണം. ഇതേ സന്തോഷമാണ് ഈ മനുഷ്യൻ്റെ മുഖത്തുള്ളത്. പിന്നീട് ഈ മനുഷ്യൻ ഒന്ന് ഷർട്ടില്ലാതെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ സന്തോഷം കൗതുകമായി മാറുന്നത് കാണാം. അത് ആളുകൾ നോക്കുമ്പോഴാണ്. ആളുകൾ ചുറ്റുപാടും നോക്കി ചിലപ്പോൾ പിടിച്ചു നിർത്തി നോക്കാൻ സാധ്യതയുണ്ട്. അത്രമാത്രം ആളുകളുണ്ട്. പിന്നെ ഈ മനുഷ്യൻ്റെ ചരിത്രബോധം, സുബ്രഹ്മണ്യ ഭാരതിയിൽ അച്ഛൻ്റെ കഥ കേട്ട് തുടങ്ങിയതാണ്. അത് ഏറ്റവും ഒടുവിൽ വ്യോമിക സിംഗ് വരെ, അതായത് ഓപ്പറേഷൻ സിന്ദൂർ വരെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ചരിത്രം നല്ല ബോധ്യമുള്ള മനുഷ്യനാണ്. അങ്ങനെ ഈ പറയുന്നത് പോലെ ചില ചിത്രങ്ങളുടെ പിന്നിൽ ചരിത്രമുണ്ട് എന്നുള്ളതാണ്. ചിലത് ഇഷ്ടത്തിൻ്റെ പുറത്തും ചെയ്തതുണ്ട്. എന്തായാലും ചരിത്രം പറയാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടുണ്ട്, ചരിത്രം പറഞ്ഞു തരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ചരിത്രം അറിയാമെന്ന് പറയുന്നുമുണ്ട്. എന്തായാലും അതെ, ശരിയാണ്. അപ്പോൾ ദേഹത്ത് നിറച്ച് ടാറ്റു അടിച്ച് കിടക്കുന്ന മനുഷ്യൻ എന്ന രീതിയിൽ മാത്രം സംസാരിച്ചാൽ പോരാ. ഈ പറഞ്ഞതുപോലെ തന്നെ ചരിത്രബോധമുള്ള ഒരു മനുഷ്യനാണ്. ഇപ്പോൾ നടക്കുന്ന പല സംഭവ വികാസങ്ങളെ കുറിച്ചൊക്കെ അറിവുള്ള ഒരു കാര്യം തന്നെയാണ്. ആ ദേഹത്തുള്ള ടാറ്റുകളൊക്കെ ഏതാണെന്ന് എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്കും അതിനെക്കുറിച്ച് മനസ്സിലായിട്ടുണ്ടാകും. എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് കൂടിയാണ്. അതുകൊണ്ടാണ് ഇനി അധികം സ്ഥലമൊന്നുമില്ല, എന്നാലും ഇനിയും ടാറ്റു അടിക്കണം എന്ന് പറയുന്നതും അതുകൊണ്ടാണ്. ശരി രാഹുൽ.